നമ്മളിന്ന് സൈക്ലിങ്ങിന് പോകുന്നല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് സൺസ്ക്രീൻ ഇടാം. സെറ്റായോ? കാണിച്ചു. നീ ഹെൽമെറ്റ് കേട്ടോ. നമുക്ക് കാറ്റടിക്കണം, പിന്നെ ഹെൽമെറ്റ് എടുക്കാം. സൈക്കിളൊന്ന് കാറ്റടിക്കാൻ കേട്ടോ. വ്യത്യാസം കാട്ടും. അത്യാവശ്യം കാറ്റുണ്ട്. സെറ്റല്ലേ? ഇതാണ് ഏറ്റവും വലിയ പാട്. വെൽക്കം ടു കിൻസി ഫോട്ടോഗ്രാഫി. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ കിരൺ. ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. ഞാനും എൻ്റെ മോനും കൂടി ചെറിയൊരു സൈക്ലിംഗ്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ടൈലർ റിവർ റിസർവ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. നിരവധി ആൾക്കാർ നടക്കാനൊക്കെ വേണ്ടി വരുന്നൊരു സ്ഥലമാണ്. ഇവിടെ ഓടാനും നടക്കാനും അതുപോലെ സൈക്കിൾ ട്രാക്ക്, പിന്നെ പട്ടികളെ കൊണ്ട് കളിക്കാനൊക്കെയുള്ള ഒരു വലിയൊരു ഏരിയ തന്നെയാണ് ഇത്. ഈ കോൺക്രീറ്റ് ചെയ്ത വാക്ക് വേയും രണ്ട് സൈഡിലായിട്ട് മനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത ലോൺ, അതോടൊപ്പം ലെഫ്റ്റ് സൈഡ് ടൈലർ റിവർ, അതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത. ഈ വീഡിയോ ഞാൻ സ്നോയിൽ പോകുന്നതിന് മുന്നേ തന്നെ ഷൂട്ട് ചെയ്ത് വെച്ചതായിരുന്നു. പക്ഷേ എഡിറ്റ് ചെയ്യാനും കട്ട് ഷോട്ട് ചെയ്തിട്ട് വരുമ്പോഴേക്കും നല്ല ടൈം എടുത്ത്. ആ മുന്നിൽ കാണുന്ന പേരിൻ്റെ ട്രീ ആയിരുന്നു എൻ്റെ ലക്ഷ്യം. പക്ഷേ സീസൺ കഴിഞ്ഞില്ല, അത് വാട്ടറിൻ്റെ. അപ്പം നമ്മൾ ഇവിടെ ഒരു പാർക്കാണ്. അതിൻ്റെ മുകളിലാണ് ഇത്. അങ്ങോട്ട് കയറിക്കോ. അങ്ങോട്ട് റോഡുണ്ട്, അങ്ങോട്ട് പോകണ്ട. ഇവിടുന്ന് ഓടിക്കാൻ കളിച്ചോ. വീടിനാണെങ്കിൽ ഓടിക്കളിക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ പിന്നെ ഏതായാലും പോട്ടെ നേരത്തെ. മുന്നിൽ കാണുന്നത് ഒരു ഓറഞ്ചിൻ്റെ ട്രീ ആണ്. ഓറഞ്ചാണോ മാൻഡറിനാണോ? ആ, തീരെ ചെറുതാണ് ഈ സാധനം. നല്ല കട്ടിയുള്ള തൊലിയാണ്. പൊളിച്ച് പൊളിച്ച് എൻ്റെ കൈയിൻ്റെ നഖം പോയി. നമ്മൾ രണ്ടുപേരും അവിടെ തന്നെ രണ്ടെണ്ണം അകത്താക്കി. കത്തിയില്ലാതെ കാരണം കുറച്ച് പാടുപെട്ടു. കുഴപ്പമില്ല. ജെയ്ഡൻ അവന് പറ്റുന്നത് താഴേത് പറിച്ചെടുക്കുന്നുണ്ടായിരുന്നു. ലെമൺ പോലെ ഉണ്ടല്ലേ? എനിക്കും അറിയില്ല. നമ്മൾ സംസാരിക്കുന്നതിനിടെ ഒരു ആംബുലൻസ് അടിച്ച് മിന്നിച്ച് പോകുന്നുണ്ടായിരുന്നു. ആംബുലൻസ് കടിച്ചോക്കട്ടെ. ഇവിടെ കടിച്ചോ, ഇവിടെ കൂടെ. ആ, എങ്ങനെയുണ്ട്? യമ്മിയോ? ബാക്കി ടൂ ആയിരിക്കാന്ന്. ഞാൻ തൂ കഴിച്ച് പപ്പിയും തൂവും കഴിച്ച്.
നമുക്ക് ടൂ വേണോ? നമ്മൾ അവിടെ നിന്ന് അടുത്ത ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു റൂട്ടാണ്. ഇടയ്ക്ക് ജേട്ടിന് സൈക്കിളിൽ എടുത്തിട്ട് പോകാൻ പറ്റിയ നല്ലൊരു വൈബുള്ളൊരു സ്ഥലം ഇത്. ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബൈക്ക് വാങ്ങിച്ചത്. ഉദ്ദേശിച്ചത് ഈ ഇലക്ട്രിക് സൈക്കിൾ. ഓഫീസിലേക്ക് ഏകദേശം 10 കിലോമീറ്റർ ഉണ്ട്. പെട്രോൾ സേവ് ചെയ്യാം, പിന്നെ ഒരു വർക്കൗട്ടും ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിച്ചത്. ആസ് യൂഷ്വൽ ആദ്യത്തെ ആവശ്യം തീരുന്നവരെ കുറച്ച് കാലം ഓടിച്ച്, പിന്നെ എൻ്റെ കളക്ഷൻസിലേക്ക് ഇവൻ സൈഡായി. ബാറ്ററി ഡൗൺ ആവുമെന്ന് തോന്നുമ്പോൾ ഇടയ്ക്കൊന്ന് ചാർജ് ആക്കിയിട്ട് ഇതുപോലെ എടുക്കും. പിന്നെ വിൻ്ററിൽ എന്തായാലും ഓടിക്കാൻ പറ്റത്തില്ല, കാരണം വിൻ്ററിൽ ഇവിടെ മഴയൊക്കെ ഉണ്ടാവും. നമ്മൾ പിന്നെയും പൊളാർഡ് പാർക്കിലെത്തി. ഇവിടെ ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട്. ജേഡിന് സ്വിങ്ങിലൊക്കെ ഇറങ്ങി ഒന്ന് കളിച്ചിട്ട് വരണം. അതിലേക്ക് പോയാൽ അവൻ ആ വഴിക്കങ്ങ് പോകും. അപ്പോഴാണ് ഞാൻ ഈ ഒരു പുള്ളപ്പ് ചെയ്യുന്ന ബാറ് കണ്ടത്. അപ്പോൾ പിന്നെ ഏതായാലും അവൻ അതിലെ ഇറക്കി കുറച്ച് സമയം കളിപ്പിക്കാമെന്ന് വിചാരിച്ച്. പറ്റോ? ഏതാക്കി തരാം. ഇവൻ ഈ പുള്ള ബാറിൻ്റെ മുകളിലേക്ക് കയറാം, എന്നിട്ട് ഞാൻ കൗണ്ട് ചെയ്യണം. അതാണ് അവൻ്റെ ഒരു പ്ലാന്. 1 2 3. ജെയ്ഡിൻ്റെ കിൻഡർ ഗാർഡനിലെ മങ്കി ബാറിൽ സ്ഥിരം പരിപാടിയാണിത്. അവൻ അത്യാവശ്യം നല്ലോണം ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അവൻ ഏകദേശം 73 വരെ അവനത് പിടിച്ചു നിന്നു. 73 വരെ ഒരു ഹൈഫ് തരോ? ലോട്ടറി അടിച്ച ചെല്ലടാ. എങ്ങോട്ടേക്ക്? ഞാൻ അങ്ങോട്ടേക്ക് വരാം. ഓട്ടോ? അതെ അതെ, നമുക്ക് കാണിച്ചു കൊടുക്കാനാണോ? തൊട്ടടുത്തുള്ളൊരു വേറൊരു കൺസ്ട്രക്ഷൻ്റെ അടുത്തും കൂടി നമ്മൾ വന്ന്. അപ്പോൾ ജേഡന് ഒരു ഫോട്ടോ എടുക്കണം. അവൻ്റെ അമ്മമ്മക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഈ ഒരു ഐറ്റത്തിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ കാണാൻ നല്ല അടിപൊളിയാണ്. GTA ഗെയിമിലൊക്കെ കാണുന്ന പോലെ ഞാൻ ചുമ്മാ ഒന്ന് വാക്ക് ചെയ്ത് നോക്കി, കൈയൊക്കെ വീശിയിട്ട്. ഒളിച്ചിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ മുകളിലത്തെ വ്യൂ. ഞാനുണ്ട് ക്യാമറ ചെസ്റ്റ് മൗണ്ടാണ്. എനിക്ക് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ അറിയില്ല. സീറ്റ് ബെഞ്ചൊക്കെ ഉണ്ടോ. ഇപ്പോൾ കുറച്ച് സമയം ഇവിടെ ഇരുന്നിട്ട് ഞാനും കേടും ഇവിടെ ഇരിക്കാമെന്ന് വെച്ച്. നമുക്ക് സൈക്കിൾ തയ്യുണ്ട്. നമുക്ക് പിന്നെ നാളെയും ദിവസം ഉണ്ടല്ലോ, നമുക്ക് നാളെ എടുത്തിട്ട് വരാം. നമുക്ക് സെൽഫി എടുത്താലോ? അങ്ങനെ നമ്മൾ സെൽഫിയൊക്കെ എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് എത്തി. അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ ഇറ്റ്സ് മീ കിരൺ ആൻഡ് സൈനിങ് ഔട്ട്. എക്സ്പ്രഷൻ പോലെ